ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒരു ഉത്രാടദിന വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങളുടെ ഇവിടെ ചെറിയൊരു പാർക്ക് വന്നിട്ടുണ്ട്. പാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണക്കിണർ, അതുപോലെ തന്നെ പിള്ളേർക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസ്, ആകാശൂഞ്ഞാൽ, അങ്ങനെയുള്ള എല്ലാ ഓണത്തിനും ഇപ്പം ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരും ഒക്കെ ആയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാത്തൂനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓണം എല്ലാവരും കൂടെ ഇവിടെ കൂടാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഓണത്തിൻ്റെ തലേദിവസം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് ടൗണിലാണ്, കൂത്താട്ടുളം ടൗണിൽ തന്നെയാണ്. അപ്പം കൂത്താട്ടുളത്തുള്ളവരൊക്കെ ഒന്ന് പോയി പിള്ളേരൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഓണത്തിന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയത്തില്ലാത്ത ആരും കാണത്തില്ല. കൂത്താട്ടുള്ള ആ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ അറിയാം. മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത്. ഇപ്പോൾ കൂത്താട്ടുള്ളത്തുള്ളവർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ആരെങ്കിലൊക്കെ വന്ന് പിള്ളേരുമൊക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ എന്താ പറയുക, വള്ളം പോലത്തെ സാധനവും ആകാശൂഞ്ഞാലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ മസ്റ്റായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ കയറി കാണുന്നൊരിത് മരണക്കിണർ തന്നെ കേട്ടോ. അമ്പോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റും അത്രയ്ക്ക് അവർ നല്ല ഫോട്ടോ എടുത്ത് ചെയ്തൊരു കാര്യമാണ്. അതിൽ നമുക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മരണക്കിണർ. അതാട്ടോ അതിനകത്ത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ അവർ ഉൾപ്പെടുത്തിയേക്കുന്നത് മരണക്കിണർ തന്നെയാണ് ഹൈലൈറ്റായിട്ട്. അപ്പോൾ കയറി വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് കാറ്, അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ പൊന്നുമണിയാണെങ്കിൽ ചെന്ന് കയറിയ വഴി കറങ്ങുന്ന കാറിനകത്തേക്കാണ് കേട്ടോ ചെന്ന് കയറിയത്. അതുപോലെ തന്നെ ഇതിലെ മെയിനായിട്ടൊരു ഹൈലൈറ്റ്, അത്ര വലിയ ചാർജൊന്നുമില്ല. ഇപ്പം മരണക്കിണറാണെങ്കിൽ ഒരാൾക്ക് 80 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വലിയ ചാർജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിള്ളേരുടെയൊക്കെ ആണെങ്കിലും ടിക്കറ്റിന് 50 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ പൊന്നുമണി ഓടി ചെന്ന കാറിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവളെ അതിനകത്ത് കയറ്റി അവൾ 1-2 റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവളെ ഇറക്കി. അങ്ങനെ അവരുടെ ഒരു സന്തോഷം. അപ്പം നമ്മളങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഹസ്ബൻഡും ഒക്കെ പോയി മരണക്കിണറിൽ കയറാനുള്ളതിൻ്റെ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിനകത്ത് പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല, മരണക്കിണർ കാണാനായിട്ട് എന്ത് കയറി. കുറച്ച് ആളുകളായിട്ടാണ് അവരത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ അതേ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏകദേശം ഒരു ഇതൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്ക് കാറിൻ്റെ ഒരു രസമാവത്തുള്ളൂ.
പിന്നെ മരണക്കടലിൽ അവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആകാശമേളയിൽ കയറി. ആകാശമേളയിൽ വിചാരിച്ചതുപോലെ പേടിയൊക്കെ വന്നിട്ട് നമ്മൾ മേലോട്ട് കയറുമ്പോൾ കുഴപ്പമില്ല, കാരണം താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും. അപ്പം അങ്ങനെ അത് ഞങ്ങളെല്ലാവരും ആകാശമേളയിൽ വലിയൊരു പേടി എന്ന് പറയാൻ അത്ര ഇതില്ല, ചെറുതായിട്ട് ചെറിയൊരു പേടി തോന്നുകയും ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറെ റൈഡിലൊന്നും കയറാറുണ്ട്. പിന്നെ വേറൊന്നും റൈഡിൽ കയറാറൊന്നുമില്ല, മരണങ്ങളൊക്കെ കണ്ട് അത്രയും തന്നെ മനസ്സിൽ നോക്കി. പിന്നെ ആകാശമേളയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ വലിയൊന്നുമല്ല, ചെറിയ സ്നാക്സ് പോലെയും പാനിപ്പൂരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പാനിപ്പൂരി അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ അത് ഫ്രൈ ചെയ്തു ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീം, പിന്നെ ചെറിയ എന്താ പറയുക സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെച്ചൊരു കടയുണ്ടായിരുന്നു കേട്ടോ. അത് വളരെ പിന്നെന്താ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനും കണ്ടാസ്വദിക്കുവാനുമാണ് ഒരിക്കൽ കൂടി യോഗ്യതയും സ്വാഗതം ചെയ്യുമ്പോൾ നാടുതി മരവിന് പ്രദർശനങ്ങൾ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. സർവീസ് പ്രദർശനങ്ങളുടെ ഈ ഷോ ആരംഭിക്കാനുള്ള സമയമാണ്. इधर स्टेज का ऊपर मेरे चेहरा इधर आइए सर. அன்பான தாய்மார்களே, அருமைக்குறை பெரியவர்களே, சோழர்களே, நண்பர்களே, அருமைக்கலான சீரர்களே, அனைவரையும் வருகாயும் அன்புடன் வரவேற்கும் போது அதிசய வளையத்துக்குள் சுற்றி வருகின்ற வீர விளையாட்டு எவருடன் தன்னாட்டு மரணம் தப்பினால் தருணம் தப்பினால் மரணம் என்று வருகின்ற காட்சி. അപ്പോൾ നമ്മളിപ്പോൾ ആകാശവാനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിള്ളേരെ എന്തെങ്കിലും റൈഡിൽ കയറ്റാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചെറിയ ബോട്ട് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മോളെ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അവൾക്ക് അങ്ങനെ കൈ കൊണ്ട് അതങ്ങ് തുഴയാൻ പറ്റത്തില്ല. അപ്പം നാത്തൂന് 2 പിള്ളേർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് കയറണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അവളെ നാട്ടിൽ കൊടുത്തിട്ടായിരുന്നു അപ്പം അവനൊന്നും കറക്കാൻ പറ്റുന്നില്ല. അപ്പം അവനത് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവളുടെ കയറിയപ്പോൾ തന്നെ അവൾക്ക് കുഴപ്പമില്ല കേട്ടോ, പേടിയല്ല. പിന്നെ ഇങ്ങനെ പിന്നെ അവളെ ഇറക്കി, അവന് തുഴയാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അധികം റൈഡുകളില്ല, പക്ഷേ കുഴപ്പമില്ല, ഒന്നും പറഞ്ഞില്ല. അമ്മാടിക്ക് പറ്റുന്നില്ല, അമ്മാടിക്ക് പറ്റുന്നില്ല. പൊന്നേനി പോരെ ചേട്ടാ വെച്ചിട്ടാണ്. കുറേ നാളായിട്ട് പാനിപ്പൂരി ഇങ്ങനെ സബ്ജി കൊടുത്തായിരുന്നു. ഇഷ്ടപരമായിട്ടുള്ള കിട്ടാമെന്ന് പറയുന്നത്.
പിന്നെ ഒരു കുളിച്ച് സർബത്ത് കുടിച്ചിട്ടോ പക്ക ഫ്ലോപ്പായിരുന്നു. ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. എന്താ പറയുക, പാട്ട് കളിച്ചിട്ടുണ്ട്. അത് ഗ്ലാസുകളെല്ലാം താഴെയിരിക്കണം. അങ്ങനെ ആദ്യം അടി നോക്കി വീഴിക്കണടാ.